ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തകയാണ്. മോളെ പേരെന്തായിരുന്നു? ദേവിക. ദേവിക. മോള് എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 4ാം ക്ലാസ്സിലാണ്. മോള് ഈ പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? പരിസ്ഥിതി വേണ്ടിക്ക് ചെയ്തത് ഞങ്ങൾ വൃക്ഷത്തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ. എവിടെയൊക്കെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷന്, സ്കൂള്, സർക്കാർ സ്ഥാപനങ്ങൾ, അമ്പലങ്ങൾ, അവിടെ എല്ലാ സ്ഥലത്തും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എത്ര കാലമായി മോളിത് തുടങ്ങിയിട്ട്? ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. പിന്നെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഹരിതഭവനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു പോയത്. അതിന് പരിസ്ഥിതിയായിട്ടേക്ക് പ്രചോദനം നൽകിയത് പ്രൊഫസർ ടി ശോഭീന്ദ്ര മാസ്റ്ററാണ്. ശോഭീന്ദ്ര മാസ്റ്റർ. ഓക്കെ. പിന്നെ ഹരിതഭവനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയത് നിറവ് ബാബു മാമനാണ്. നമ്മളെ നിറവ് ഫേമസ് ആണല്ലോ. അതിന് വേറൊരു നിറവ് ബാബുവേട്ടൻ ഇവിടെ ഫേമസ് ആണ്. നിറവ് സംഘടന ഭയങ്കര ഫേമസ് ആണ്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയും കാണാം. ബാക്കി നമ്മളെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഈ റൂം കംപ്ലീറ്റ് ഇവൾക്ക് കിട്ടിയ അവാർഡുകളാണ്. ഇവൾ ഒരുപാട് വൃക്ഷത്തൈകൾ പല സ്ഥലത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു റൂം തികയുന്നില്ല, ഇനിയും ഒരുപാട് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടാവും നമുക്ക്? ഏകദേശം എനിക്ക് ഒരു 15 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി കാണുന്ന വേറെ ഒരുപാട് മെമൻറ്റോസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? മെമൻറ്റോസ് ഒക്കെ വേറെ മെമൻറ്റോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എവിടേക്കാണ് വേറെ എവിടേക്കാണ് കേരളത്തിന് പുറത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ പുറത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഇല്ലല്ലേ? വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ഓക്കെ. കേരളത്തിനുള്ളിൽ പല ഭാഗങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ഞാൻ 718 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 718 വൃക്ഷത്തൈകൾ ഈ കൊച്ചു മിടുക്കി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ്. പിന്നെ 315 വൃക്ഷത്തൈകൾ ഞാൻ പല ആളുകൾക്കും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 315 അല്ലേ? പിന്നെ അതിന്റെ ഡയറക്ഷൻസ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക, എങ്ങനെയാണെന്ന് കുഴിച്ചിട്ടുണ്ട് എന്തൊക്കെയാണല്ലേ കൊടുക്കാറുണ്ടല്ലേ? അത് ശരി. മോളെന്താ ധന്യ കലാക്ഷേത്ര ഡാൻസ് പഠി ധ്വനി കലാക്ഷേത്ര അല്ലേ? ഡാൻസ് പഠിക്കാനൊക്കെ പോകണ്ടോ? ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. വേറെ എന്തൊക്കെയാ അത് കൂടാതെ? വേറെ പിന്നെ കരാട്ടെ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം പാട്ട് പഠിക്കാൻ പോയിരുന്നു. ഇപ്പൊ ഞാൻ ഒഴിവാക്കിയതെല്ലാം ദൂരായതുകൊണ്ട്. ഇനി വളർന്ന് വലുതാവുമ്പം എന്താണെന്ന് ആഗ്രഹം? എനിക്ക് ഇപ്പം അങ്ങനെ ആരും ആവണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ പ്രകൃതിയായിട്ട് ഈ ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ കാര്യം ചെയ്യുന്നുള്ളൂ. ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക്? ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകട്ടെ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഇനിയിപ്പം നമ്മൾ പറഞ്ഞു 2 ആൾക്കാർ പ്രചോദനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ശോഭീന്ദ്ര മാസ്റ്റർ, ഒന്ന് നിറവ് ബാബുവേട്ടൻ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ഇതൊക്കെ മരങ്ങളൊക്കെ കുഴിച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? പിന്നെ മരങ്ങൾ കുഴിച്ചിടുന്ന വെച്ചാൽ മണ്ണൊലിപ്പ് തടയും, കിളികൾക്ക് വാസസ്ഥലം ഒരുക്കും, നല്ല വായു ലഭിക്കും, മണ്ണൊലിപ്പ് തടയും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മരം നട്ടുപിടിപ്പിക്കുന്നത്. പിന്നെ അത് തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ എല്ലാവർക്കും വൃക്ഷത്തൈകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി വന്ന 16 വൃക്ഷത്തൈ ഞാൻ അവരോട് ചോദിച്ച് വാങ്ങി. എന്നിട്ട് എനിക്ക് വീട്ടിൽ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് ഒന്ന് ഞങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട് ബാക്കി ഞാൻ അച്ഛനോട് പറഞ്ഞ് റോഡ് സൈഡിൽ കുഴിച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ഓക്കെ. അച്ഛനും അമ്മയൊക്കെ ഇതിന് സഹകരണമാണോ? അച്ഛനും അമ്മയൊക്കെ നല്ല സഹകരണമാണ്. എൻ്റെ അനിയനും ഇതുപോലെ ചെയ്യും. എന്നെ കണ്ടിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അനിയന് എത്രയാ വയസ്സ്? അനിയന് 4 വയസ്സ്. 4 വയസ്സ്. 4 വയസ്സുകാരൻ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ തയ്യാറാണ്. ഇതൊക്കെ കുഴിച്ചിടുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കവർ എവിടെ ഇടണം, പ്ലാസ്റ്റിക് കുപ്പി ഇടണം, പൊട്ടിച്ചില്ല ഇടണം എന്നൊക്കെ അറിയാം. അത് ജൈവ മലിനങ്ങളാണ്. പ്ലാസ്റ്റിക് കവർ, പേപ്പർ തുണ്ടുകൾ, പ്ലാസ്റ്റിക് കുപ്പി, അതൊക്കെ അജൈവ മലിനങ്ങൾ. പിന്നെ ജൈവ മാലിന്യങ്ങളുണ്ട്. അത് ഞാൻ റിംഗ് കമ്പോസ്റ്റ് ഞങ്ങൾക്ക് നിറവിലെ മാമന്മാർ സമ്മാനമായിട്ട് നൽകിയതാണ്. ഞങ്ങൾ ഭക്ഷണാവശ്യങ്ങളാണ് അതിലിടുക. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭാഗമായ ഭക്ഷണം വെക്കാറുള്ളൂ. ബാക്കി വരുന്ന കുറച്ച് ഭക്ഷണാവശ്യങ്ങൾ ഞങ്ങൾ 1ാമത്തെ റിംഗ് കമ്പോസ്റ്റിലിടും. 1ാമത്തേത് നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2ാമത്തേലേക്ക് ഇടും. 2ാമത്തേത് നിറയുമ്പോഴത്തേക്ക് 1ാമത്തേത് നല്ല വളമായിട്ട് മാറും. അതാണ് ഞങ്ങൾ ചെടിക്കും വഴിയൊക്കെ നല്ല വളമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളെ എവിടെയെങ്കിലും ബോധവൽക്കരണം, അതായത് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ പോകാറുണ്ടോ? ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്. വലിയ വലിയ ആൾക്കാർക്കൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. എവിടേക്കാണ് ക്ലാസ് എടുത്ത അനുഭവം എന്ന് പറയൂ. ഞാൻ ഇവിടേക്ക് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്, കുറേ സ്കൂളിൽ നിന്ന്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കോളേജിൽ നിന്ന് കുറേ ചേച്ചിമാരൊക്കെ 20
ചേച്ചിമാരൊക്കെ വന്നിരുന്നു ഇവിടേക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ട്. ഓ, അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു കൊച്ചു പരിസ്ഥിതി പ്രവർത്തനം ഞാൻ നമിച്ചിരിക്കുന്നു. കാരണം ഇത്രയും ഒരു പ്രായത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ പ്രകൃതിയെ, ശരി പ്രകൃതി എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു മാതാവായിട്ട് നമ്മളെ ചുറ്റുപാടുള്ള പ്രകൃതി തന്നെയാണ്. നമുക്ക് ഓക്സിജൻ, വെള്ളം, വെളിച്ചം എല്ലാം തരുന്ന പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം. വലിയൊരു മാതാവിനെ കാത്തു സൂക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇവളോട് നന്ദി പ്രകടിപ്പിക്കുന്നു. അത് കൂടാതെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരുപാട് പിന്നെ മെമൻറ്റോസ്, നമുക്ക് ഇവൾക്ക് കിട്ടിയിരിക്കുന്ന ആദരങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് ഇവിടെ. പിന്നെ അതാ അച്ഛനുണ്ട് ഇവിടെ. അച്ഛനോട് ചോദിച്ചു ചില കാര്യങ്ങൾ. ഒരു ഇതാണ് ദേവികേൻ്റെ അച്ഛൻ. ഇവിടെ കിടന്നത് എന്താണ്, എങ്ങനെയാണ് ഇവള് ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള കാരണങ്ങളൊക്കെ? അതായത് 1ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മോൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രകൃതിനോടായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകി. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഈ ഇതിൽ എത്തിപ്പെട്ടത്. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി, ഒരുപാട് ആളുകൾ ആദരിച്ചായിരുന്നു. 100-ൽ പരം ആളുകൾ ആദരിച്ച് ഓരോ വേദികളിൽ വെച്ച് ആദരിച്ചിട്ടുണ്ട്. 15 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വനമിത്ര അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഫോറസ്റ്റ് നൽകുന്ന വനമിത്ര അവാർഡ്, അതായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ വ്യക്തിക്ക് കിട്ടുന്ന വനമിത്ര അവാർഡ് മോൾക്കാണ്. വനമിത്ര അവാർഡ് വരെ ഈ ചെറിയ കൊച്ചു മിടുക്കി വാങ്ങിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇവളെ നമ്മൾ ആദരിക്കണ്ടേ? തീർച്ചയായും ആദരിച്ചിരിക്കണം. പിന്നെ അത് കൂടാതെ 2 ആഴ്ച മുന്നേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ദേശീയ പുരസ്കാരം നൽകി. കേരളത്തിൽ നിന്ന് മോളെ തിരഞ്ഞെടുത്തത്. ദേശീയ പുരസ്കാരം. കൺഗ്രാജുലേഷൻ. പിന്നെ അതുപോലെ തന്നെ അമൃതാദേവി പുരസ്കാരം, പരിസ്ഥിതി മിത്രം പുരസ്കാരം, 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുട്ടിക്കർഷക അവാർഡ് ഫസ്റ്റ് കിട്ടുന്നത് അതാണ്. ഏറ്റവും മികച്ച ഒരുപാട് അവാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവളെ പ്രവർത്തനം അത്രയും മികച്ചതാണ്. ഈ ചെറിയ ആള് ക്ലാസ്സുകൾക്ക് പോകും, ബോധവൽക്കരണം, അതായത് നമ്മൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ക്ലാസ്സുകൾക്കൊക്കെ പോകാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അവാർഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 100ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ 15 അവാർഡുകൾ. അതിൽ 5 സംസ്ഥാന സർക്കാരിൻ്റെതാണ്. 5 സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ചേട്ടൻ്റെ പേരും? എൻ്റെ പേര് ദീപൻ എന്നാണ് എൻ്റെ പേര്. ആളുകൾ വിളിച്ച് ദീപക് എന്നാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദീപക്, അപ്പോൾ ദീപക് എന്നുള്ളതിൽ അറിയപ്പെടുന്നത്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ കർട്ടൻ്റെ വർക്കാണ്. വീടിൻ്റെയും ഫ്ലാറ്റിൻ്റെ ഒക്കെ കർട്ടൻ വർക്ക് എടുക്കുന്നത്. ശരി. ഇതെൻ്റെ നാട്ടിൽ തന്നെയാണ്, വേങ്ങേരി. ഞാനിപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 1 കിലോമീറ്ററിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ കേട്ടിട്ടുണ്ട്, പറമ്പത്ത് ബാബറിനെ പറ്റിയൊക്കെ ഈ നിറവിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ മോളെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മൂന്നാളുകളാണ് മോൾക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകിയത്. ഒന്ന് നിറവ് ബാബേട്ടൻ, പറമ്പത്ത് ബാബു എന്ന് പറഞ്ഞ നിറവ് ബാബേട്ടൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം പരിസ്ഥിതിയെ പറ്റിയുള്ള മൂപ്പരുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ക്ലാസ്, നമ്മൾ കേട്ട് ഇരുന്നു പോകും. കാരണം അതുപോലെ പ്രവർത്തിക്കാനും അതൊരു പ്രത്യേക മനുഷ്യനാണ്. കാരണം എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ ടി ശോഭിന്ദ്രൻ മാസ്റ്റർ, നമ്മളിപ്പോൾ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പ്രൊഫസർ ടി ശോഭിന്ദ്രൻ മാസ്റ്ററും മുൻ മേയർ ബീന ടീച്ചറും. കഴിഞ്ഞ ദിവസം എന്നെ ബാബേട്ടൻ വിളിച്ചിരുന്നു. 1 മിനിറ്റ് വിളിച്ചിരുന്നു. അപ്പം ബാബേട്ടുള്ളത് ലക്ഷദ്വീപിലാണ് തോന്നുന്നത്. ഇപ്പം അവിടെ ഉള്ളത് ലക്ഷദ്വീപിലാണുള്ളത്. അത് അവിടെ ഇപ്പം വാട്സപ്പിൽ കുറച്ച് മെസ്സേജൊക്കെ വന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കാനുള്ള കാര്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത് അവിടെ. ശരി. അപ്പോൾ നമുക്ക് ഇവരെ അവാർഡുകളും പിന്നെ കൂടാതെ ഇവിടെ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് വീടിൻ്റെ പിൻഭാഗത്തൊക്കെ അല്ലേ. അതൊക്കെ നമുക്കൊന്ന് കാണട്ടോ. സുഹൃത്തുക്കളെ, ഇതാണ് ദേവികേൻ്റെ വീട് കേട്ടോ. അപ്പോൾ ദേവികേൻ്റെ വീട്ടിൽ ദേവിക എന്തൊക്കെയാണ് ചെയ്തു വെച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ദേവികേൻ്റെ വീട്. അപ്പോൾ ദേവികേൻ്റെ വീട്ടിൽ ദേവിക എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ കുട്ടി പരിസ്ഥിതി പ്രവർത്തക, കുട്ടി കർഷക, ഒരുപാട് 100 കണക്കിന് അവാർഡാണ് കിട്ടിയത്. ഞാൻ ആ അവാർഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിൽ കാണിച്ചിരുന്നു മോളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇനി വീടിൻ്റെ ചുറ്റുപാടുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചൊന്ന് പരിചയപ്പെടുത്തോ? കാണിച്ചു തന്നോളൂ എന്തൊക്കെയാ സാധനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ കൃഷി കൃഷി പറഞ്ഞാൽ അത് പയറാണ്. പയറ് ഉണ്ടാകുന്നുള്ളൂ. അവിടെ പയറുണ്ടായിട്ടുണ്ട്. ഓ അതെയോ? പിന്നെ ഇതാ മത്തൻ ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് അല്ലാണ്ട് കുറെ മത്തൻ കിട്ടിയിട്ടുണ്ട്. അതെയോ? അത് ശരി. പിന്നെ ഇത് പയറിതാ. ഇതൊക്കെ മോള് ചെയ്യുന്ന തന്നെയാ? ദിവസം രാവിലെ നനയ്ക്ക് അതിന് വളമിടുന്ന എല്ലാ കാര്യങ്ങളും അറിയോ? എല്ലാം അറിയാം. പിന്നെ ഇത് കക്കിരി ഉണ്ടാകുന്നുള്ളതാ. പൂവാണിതല്ലേ? അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലേ കക്കിരിന്റെ പൂവ്?
പിന്നെ ഈ പുല്ലൊക്കെ മോള് വെച്ച് പിടിപ്പിച്ചാണോ? ആ പുല്ല് അച്ഛൻ വെച്ച് പിടിപ്പിച്ചാലേ. ഉം. പിന്നെ ഇതാണ് പിന്നെ ഇതാ ചെറിയ കർഷകൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. നീ കുഴിച്ചിട്ടുണ്ടോ? വാ വരൂ, കാണിച്ചുകൊണ്ടോ എന്തൊക്കെയാ ചെയ്തിച്ച് വാ. ഇതൊക്കെ ഞാവലാണ്. ഇതൊക്കെ ഞാവലാ? ഓ ഇതൊരു വള്ളിച്ചെടിയാണ്. അതിലൊരു നല്ല മഞ്ഞ പൂവുണ്ടോ, നല്ല രസമാണ് അതിനൊക്കെ കാണാൻ. അതെയോ? ശരി. ഇതൊക്കെ അത് തന്നെയാണ്. ആ പിന്നെ ഇത് തെച്ചിയാണ്. ഓ തെച്ചി. ഇത് പിന്നെ ബട്ടർ. ഇത് ബട്ടർ. ആ ഓക്കെ. ബട്ടർ എന്ന് പറഞ്ഞാൽ അവക്കാടോ? ആ ഓക്കെ. ഇത് ചീരയാണ്, ചീര. ചീര അല്ലേ? ഉം. പിന്നെ പിന്നെ ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ട ചെടികളാണ്. തക്കാളി ഉണ്ടായിക്കണ്. ഓഹോ അടിപൊളി. പിന്നെ വഴുതിനെയാണ് ഇതൊക്കെ. പിന്നെ കണ്ടൽ ചെടി. ഇത് കണ്ടൽ. എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, ആ കണ്ടലമ്മച്ചി പുരസ്കാരം. ആ അപ്പൊ എനിക്ക് വൃക്ഷവൈദ്യൻ എന്നറിയപ്പെടുന്ന കോട്ടയം ബിനുസാറ് കൊണ്ടു തന്നായിരുന്നു ഇത്. ഇത് കണ്ടല്ലേ? ആ ഓക്കെ. ഇത്ര ആവുമ്പോഴാണ് കൊണ്ടുത്തന്നത്. ഇപ്പൊ ഇത്ര ആയതാണ്. ഓ ഉം. സൂപ്പർ, അടിപൊളി. പിന്നെ ഈ ചീര അവൾക്ക് മോള് അതൊക്കെ കൃഷിക്ക് എടുക്കാറുണ്ടോ? വിളക്ക് എടുക്കാറുണ്ടോ? വിളവ് പിന്നെ എടുക്കാറുണ്ടോ? അത് കർമൂസയാണ്, റെഡ് ലേഡി. റെഡ് ലേഡി. ഓ നല്ല മധുരമാണ് അതിനൊക്കെ. ഓക്കെ. കൃഷിഭവന് ഇതൊക്കെ കൃഷിഭവൻ തന്നാ? ഈ ചട്ടികള് ആ ഇതൊക്കെ അല്ലേ? വഴുതിനി. ഇത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ. ഇത് മുളക്. ഇതൊക്കെ ആരാ പരിപാലിക്കാറ്? നീയാണോ ആ രാവിലെ എഴുന്നേറ്റ്? പിന്നെ അതാണ് ഞാൻ പറഞ്ഞ അജൈവ മാലിന്യങ്ങള്. ആ ആ ആ ഇതില് പ്ലാസ്റ്റിക് കവറുകള്, ആ ഇതില് പ്ലാസ്റ്റിക് പേപ്പർ തുണ്ടുകള്, പേപ്പർ തുണ്ടുകള്. ആ ഇതില് പ്ലാസ്റ്റിക് കുപ്പി, ആ പിന്നെ ഇതില് പൊട്ടിച്ചില്ല്. ഓക്കെ. ഇതൊക്കെ വേർതിരിച്ച് വെക്കും. ആ ഹരിതകർമ്മസേന ഇവിടേക്ക് വരുമ്പം എടുക്കാൻ നല്ല എളുപ്പമാണ്. ആ പിന്നെ ഇവിടെ ഒരു വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ജലം അമൂല്യമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, കരുതി വെക്കാം നല്ല നാളേക്കായി. അടിപൊളി. പിന്നെ ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഇത് ഹരിതകർമ്മ സേന കൊടുക്കാനുള്ള നിക്ഷേപം. ഓ ശരി. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് ദിവസം 2 രൂപ വാങ്ങിയിട്ട് ഇതിലിടും. അത് അവരെ റെസിപ്റ്റ് അല്ലേ? ഞാന് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെസീറ്റ് ആണ്. ഞാൻ ദിവസം അച്ഛൻ്റെ അടുത്ത് 2 രൂപ വാങ്ങിയിട്ട് ഇതിലിടും. അപ്പം മാസത്തിൽ 60 രൂപയാവും. ഞാൻ ഹരിതകർമ്മസേനയ്ക്ക് ഇങ്ങോട്ട് വരുമ്പം അതൊക്കെ എടുത്ത് കണ്ടിട്ട് കൊടുക്കും പൈസ. ഇത് ഹരിത ഭവനത്തിലെ അംഗങ്ങളാണല്ലേ? ദേവിക KP മകൾ, നിലൻ KP മകൻ, സിൻസി KP അമ്മ, ദീപക് KP അച്ഛൻ, റേഷൻ കാർഡ് PL, ഇങ്ങനെയൊക്കെ ഒക്കെ സിസ്റ്റമാറ്റിക് ആണല്ലേ? പിന്നെ ഇവിടെ ഒരു ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടേ. നല്ല ഭംഗിയുണ്ടല്ലോ മോളെ. പക്ഷിക്ക് കുടിക്കാൻ വെള്ളം, കുടിനീർ പദ്ധതി. ഈ ചൂടുള്ള കാലത്തൊക്കെ പക്ഷിക്ക് വെള്ളം കിട്ടാണ്ട് പക്ഷികളൊക്കെ ചത്തു പോകുന്നുണ്ട്. ഞാൻ പക്ഷിക്ക് കൊടുക്കാനുള്ള വെള്ളമാണ്. അതിൽ പക്ഷികൾ കുളിക്കുകയും ചെയ്യും. വന്നിട്ട് ഇന്ന് കുളിക്കാറുണ്ട്. ഓ ഗംഭീരം, അടിപൊളി, സൂപ്പർ. പിന്നെ ഞാൻ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞത് റിംഗ് കമ്പോസ്റ്റ്. ഇതാണ്, ഇതാ റിംഗ് കമ്പോസ്റ്റ്. നിറവിന്റെ റിംഗ് കമ്പോസ്റ്റ്. നിറവെന്ന് എനിക്ക് എല്ലാ മാമന്മാരൊക്കെ സമ്മാനമായിട്ട് നൽകിയതാണിത്. അതെയോ? പിന്നെ ഇത് മുട്ടത്തോട്. ഇതിൽ ഇടുകയാണ് ചെയ്യാറ്. ഇത് മുട്ടത്തോട് ഇവിടെ സംസ്കരിക്കും? ഇല്ല, ഇതിട്ട് സംസ്കരിക്കും അല്ലേ? മുട്ടത്തോട് ഞങ്ങൾ ചെടിക്ക് ഇടുമ്പോൾ വെച്ചാൽ പൊടിച്ചിട്ടാണ് ഇടാറ്. പിന്നെ അതാണ് കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റ് പറമ്പിൽ വീഴുന്ന കരിയിലൊക്കെ എടുത്തിട്ട് ഇതിൽ നിക്ഷേപിക്കും. 6 മാസം മഴയും 6 മാസം വെയിലാകുമ്പൊക്കെ ഉണ്ടാവുക. അത് കൊണ്ട് കഴിഞ്ഞാൽ താനേ പൊടിയെ മാറിക്കോളും. ചെടിക്കും പഴക്കൊക്കെ ഇട്ട് കൊടുക്കും. ഇതാണ് റെഡ് ലേഡി കർമൂസ. ഓ പഴുത്തിട്ടുണ്ടല്ലോ. അവന് ഒരു റെഡ് ലേഡി തരുമോ? ഓ ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, ഞാനൊരു ദിവസം വരുന്നുണ്ട്. മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട്? 6 സെന്റ്. പിന്നെ ഇതാണ് തായ്മൂസ. തായ്മൂസ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ. ഇത് ചെറിയ വാഴ അല്ലേ? തായ്മൂസ. രാജ്യം തായ്ലാൻഡ് അല്ലേ? തായ്വാൻ. ഇത് 3 അടി ആകുമ്പോഴത്തേക്ക് കൊലയ്ക്കും. ഓ നിന്റെ അത്ര ഹൈറ്റ് ആകുമ്പോൾ കൊലച്ചിരിക്കും. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ. ഊഞ്ഞാലാടാറുണ്ടല്ലേ? അടിപൊളി.
ഇവിടെ ദിവസം വരുമോ? എല്ലാ ദിവസവും ഇവിടെ ചിലവഴിക്കോ? ഇങ്ങനെ ഇവിടെ ചിലവഴിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നല്ല സുഖങ്ങളൊക്കെ തോന്നും. പല തുള്ളി പെരുവെള്ളം, ജലം സംരക്ഷിക്കുക, ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ, ക്ലീൻ ഗ്രീൻ കോഴിക്കോട്, വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും ദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കൂ. ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ഞങ്ങളെ വാഴയാണ്. ആ അപ്പൊ ഒന്ന് കൊലച്ചീനി, അത് ഞങ്ങളെ വെട്ടി ഉണ്ണിക്കാമ്പൊക്കെ എടുത്ത്. ഓ ഇതല്ലേ ആ ചെറിയ കർഷകനും ചെറിയ പരിസ്ഥിതി പ്രവർത്തനം ഇവിടെയുണ്ട്. ഇങ്ങനെ ഊഞ്ഞാലാടാറുണ്ട്. അനിയൻ സഹായിക്കാറുണ്ടോ? ഓ അനിയനും സഹായിക്കാറുണ്ട്. ഇതിനെന്താ പറയാ മോനെ വാവേ? ഇതിനെന്താ പറയാ? അതിനെന്താ പറയാ? എന്താ പറയാ? റിംഗ് കമ്പോസ്റ്റ്. അടിപൊളി. സുഹൃത്തുക്കളെ, ഞാൻ ഇവരെ വീടിൻ്റെ മുൻഭാഗത്ത് വന്ന് കണ്ടപ്പം അത്ര വലുതൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക്. അവർ കുറച്ചൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളോട്ട് കയറിയപ്പം എന്നെ അത്ഭുതപ്പെടുത്തി മോളെ അവാർഡുകളും ഇതൊക്കെ കണ്ടപ്പം. അത് കഴിഞ്ഞ് വീടിൻ്റെ പിൻഭാഗത്ത് കണ്ടപ്പോൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ചെറിയ കാര്യമൊന്നുമില്ല ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞു. കൂടുതൽ ഞാനിങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ. പക്ഷേ ഇത് കണ്ടപ്പോണ്ടല്ലോ, നമ്മളൊക്കെ പ്രകൃതിയുടെ ഭാഗമായി മാറണം. ഈ ഒരു ചെറിയ മോള് നമുക്ക് തരുന്ന നിർദ്ദേശവും ഉപദേശങ്ങളും പിന്നെ കൂടാതെ നമ്മൾ എങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മളെ മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റും, നമ്മളെ വെള്ളത്തിനെ സംരക്ഷിക്കാൻ പറ്റും. ഇവിടെ കുറേ ആപ്തവാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചുമരിൻ്റെ മുകളിലൊക്കെ. ഇതൊക്കെ ശരിക്കും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഏതായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് ഉയരട്ടെ. നീ മോൾ വലിയൊരു പരിസ്ഥിതി പ്രവർത്തകയായി മാറട്ടെ. നമ്മളെ മണ്ണിനെയും വെള്ളത്തിനെയും വായുവിനെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു കാവലാളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.